ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു ഒരു 10 ദിവസം കൂടെ നമുക്ക് തന്നിരിക്കെ നമ്മൾ ആണ്ടവരുടെ വചനം കേൾക്കാൻ വരുമ്പോൾ അവൻ നമ്മളോട് എന്നെ പേശുന്നതെന്ന് നമ്മൾ വിചാരിച്ച് നല്ലപോലെ അത് അമീതിയായി അത് കേട്ട് അത് എന്നാ ആണ്ടവർ சொல்லுதுன்னு നമുക്ക് பார்ക്കണം. നമ്മൾ എപ്പിസോഡ് 59 നമ്മളിപ്പോൾ പോകുന്നത്. എന്താ എപ്പിസോഡ് 59 നമുക്ക് എഫെസ്യ ലേഖനം 6:8 വാക്യത്തിൽ നമുക്ക് பார்க்க എഫിഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 8. അതായത് എഫെസ്യ ലേഖനം 6:8 വാക്യത്തിൽ നമ്മൾ വാസിച്ചിടാം. ആണ്ടവർ നമ്മളോട് എന്നാ பேசுது എന്ന് നമുക്ക് பார்க்கலாம். 8 വാക്യത്തിൽ എന്നാ ആണ്ടവർ ഇങ്ങനെ சொல்லுது, ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്നും പ്രതിഫലം ഭവിക്കുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇங்கே നമ്മൾ பார்ക്കുന്നത്, നമ്മൾ എന്നാ பார்ക്കുന്നത്, ഇங்கே നേരത്തെ നമ്മൾ பார்த்து ദാസനെ പറ്റി നമ്മൾ പഠിച്ചാച്ചേ. ഇന്ന് ആണ്ടോട് നമ്മൾ പേശുന്ന സബ്ജക്റ്റ് എന്ന് ചൊല്ലിയ എന്നതാ, നീ ദാസനോ സ്വതന്ത്രനോ. അതായത് സ്വതന്ത്രന് നീ ദാസനല്ലാത്തവൻ, അല്ലെങ്കിൽ നീ അടിമത്തത്തിൽ നീ പെടാത്തവൻ, അല്ലെങ്കിൽ നീ ഫ്രീ ആയ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അങ്ങനായ മനുഷ്യനോ, അല്ലെങ്കിൽ ഒരു ദാസൻ, അല്ലെങ്കിൽ ഒരു അടിമ. ഇവർക്ക് രണ്ടുപേർക്കും അവർ എന്നാണ് പണ്ണേണ്ടത്? ആണ്ടവരുടെ മുമ്പിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ എപ്പടി നമ്മൾ പെരുമാറണം? ആണ്ടവരുടെ മുമ്പിലല്ല, നമ്മുടെ ജീവിതത്തിലെ നമ്മൾ എപ്പടി പെരുമാറണം എന്ന് ആണ്ടവർ ഇங்கே നമ്മോട് പേശുക. എന്നാ ചൊല്ലുക, എന്നാ നമ്മൾ നോക്ക്, നീ ദാസനോ സ്വതന്ത്രനോ യാതൊരു വ്യത്യാസമേ கிடைக்காது. എന്നാ വ്യത്യാസം கிடைக்காது? നീ ദാസനായാലും പറവായില്ല, നീ സ്വതന്ത്രനായാലും പറവായില്ല, അല്ലെങ്കിൽ നീ അടിമയായാലും പറവായില്ല, അല്ലെങ്കിൽ നീ അടിമ അല്ലാതിരുന്നാലും പറവായില്ല, അല്ലെങ്കിൽ നീ വേലക്കാരനായിരുന്നാലും പറവായില്ല, നീ വേലക്കാരനല്ലായിരുന്നെങ്കിലും പറവായില്ല. ആണ്ടവർ ഇങ്ങനെ சொல்லுது, നിങ്ങൾ എന്നാണ് പണേണ്ടതെന്ന് சொல்லுது, ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും. നീ ചെയ്യുന്ന നന്മ, അതായത് നീ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരെയും ആണ്ടവർ പാക്കുക. അതിനനുസരിച്ച് നിനക്ക് എന്നെ கிடைக்கும்? നിനക്ക് പ്രതിഫലം கிடைക്കും. നമ്മൾ വിചാരിക്കും, ഓക്കെ, നമ്മൾ ഈ യജമാനൻ നമ്മൾ എന്തിനു ഇപ്പടി വേലയൊക്കെ പണണം, അവന് നമ്മളെ എന്തുമാത്രം നമുക്ക് പ്രോബ്ലം തന്നിടുക, നമ്മളെ കൊണ്ട് പെരിയ വേല പണിപ്പിക്കുക. നമ്മളെ കൊണ്ട് അവൻ ഇരുന്ന് വിശ്രമിച്ച് അവൻ എന്നെ പണുക, എന്നെ കൊണ്ട് വേല പണിപ്പിക്കുക. ഞാനൊരു അടിമയായി പോയത് കൊണ്ടല്ലേ ഞാൻ വെളിയിലെ വേല പണുക, ഞാൻ തോട്ടത്തിലെ വേല വ്യവസായം പണുക, വ്യവസായത്തിന് വേണ്ടി എല്ലാമേ ചെയ്യുക. എല്ലാ ദിവസമേ രാവിലെ മുതൽ സായങ്കാലം വരെ ഞാൻ എന്നെ പണുക, ഞാൻ ഈ യജമാനു വേണ്ടി വേല പണുക. അന്നേരം നിനക്ക് നിന്റെ മനസ്സിൽ എന്നെ ഇരിക്കുക, നിന്റെ മനസ്സിലെ കായ്പിരിക്കുക, അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ ரொம்ப வலி இருக்கு. ஐயோ இப்படி என்ன செய்யுது, എനിക്ക് சாப்பிടാൻ പോലും എനിക്ക് സമയം തരത്തില്ല, അല്ലെങ്കിൽ അവൻ എന്നെ പാക്കുകയേ ഇല്ല. ഞാനിപ്പം സിക്കായാലും അവൻ എന്നെ പാക്കാതെ അവൻ എന്നാ പണുക, അവന് എന്നെ കൊണ്ട് വേല പണിക്കൊണ്ടിരിക്കുക. ഞാൻ ചത്താലും അവർക്ക് പറവായില്ല, ഞാൻ മരിച്ചാലും അവർക്ക് പറവായില്ല, ഞാൻ ജീവിച്ചാലും അവർക്ക് പറവായില്ല. അവർക്ക് ഞാനൊരു അടിമതാണ്. രണ്ടാമത്തെ, ആണ്ടവർ എന്താ சொல்லுது, നീ നന്മ ചെയ്യുക, നീ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല കാര്യം എന്ന് ചൊല്ലിയ എന്നാ നന്മ നമുക്കറിയാൻ പറ്റും? അവൻ ചൊല്ലുന്ന വേല നമ്മുടെ സ്വന്തമാണ് എന്ന് നനച്ച് നീ വേല പണുവാന്നുണ്ടെങ്കിൽ നിനക്ക് എന്നാ கிடைக்கும்? നിനക്ക് പ്രതിഫലം கிடைക്കും. നിനക്ക് പ്രതിഫലം கிடைക്കണമെന്നുണ്ടെങ്കിൽ എന്നാ പണണം? നീ നന്മ പണണം. നന്മ പണുമ്പോൾ തന്നെ നിനക്ക് പ്രതിഫലം கிடைക്കും. അതായത് നീ നന്മ ചെയ്യുന്നതിനാൽ അവൻ നിന്നോട് എന്നാ തപ്പ് പണുവാന്ന് നീ വിചാരിക്കേണ്ട, അല്ലെങ്കിൽ അവൻ അപ്പടി എന്തുകൊണ്ട് ചെയ്യുക എന്ന് നമ്മൾ വിചാരിക്കേണ്ട. നിന്റെ വേല എന്താ അത് നീ പാർത്ത് നീ ആ വേല വിശ്വാസപൂർണമായി പണിയിടുക. വിശ്വാസപൂർണ്ണം എന്ന് ചൊല്ലിയാൽ അവൻ നമ്മുടെ പിന്നാലെ വന്ന് പാക്കുമ്പോൾ എപ്പം പാർത്താലും എപ്പടി ഇരിക്കണം? നമ്മൾ വേല പണിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അവൻ്റെ ചിത്തമായി അവൻ ചൊല്ലിയ കാര്യങ്ങൾ നമ്മൾ വേല പണിക്കൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണം ചൊല്ലാം, അവൻ നമ്മളോട് വേല പണി ചൊല്ലി ഈ വേല പണിയിട
നമ്മൾ ആ വേല രാവിലെ മുതൽ സായങ്കാലം വരെ അത് അങ്ങ് വലിച്ചു നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ എപ്പോഴിരിക്കും? അതേസമയം നീ ആ വേല നീ ഒരു 2-3 മണിക്കൂർ കൊണ്ട് 4 മണിക്കൂർ കൊണ്ട് ഫിനിഷ് നമ്മൾ അത് മുടിച്ചിട്ട് നമ്മൾ പിന്നെ ആ യജമാൻ പക്കത്തിലെ പോയിട്ട് നമ്മൾ ചൊല്ലുക, യജമാനെ നീ തന്ന വേല ഞാൻ മുടിച്ചാച്ചു. ഓക്കെ, ശരി, നല്ല കാര്യം. അന്നേരം പറയും നീ ഇന്ന വേല അങ്ങോട്ട് പണം. അന്നേരം നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത് പിന്നെ പോകാതെ അവൻ രണ്ടാമത് വേല തരുമ്പോൾ അതും സന്തോഷത്തോടെ, അല്ലെങ്കിൽ നമ്മൾ കയ്പോടെ അല്ലാതെ സന്തോഷത്തോടെ ആ വേലയും പണുക. അപ്പടി നമ്മൾ പണുമ്പോൾ നമ്മൾ അവന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വാസത്തോടെ ചെയ്യണം. അതേപോലെ ദാസനല്ലെങ്കിൽ, നീ ദാസനല്ല എങ്കിൽ നമ്മൾ നമ്മൾ ഇപ്പം ആരെ കണ്ടാലും നമ്മൾ പണ്ണുന്ന എല്ലാ കാര്യവും എപ്പടി ഇരിക്കണം? ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ ചെയ്യണം. ഒരു പാവപ്പെട്ട ആളെ പാത്താച്ച് അവനെ ഭിക്ഷ ചോദിച്ചുകൊണ്ട് കിടക്കുക, എനിക്ക് വല്ലതും താ അപ്പ, വല്ലതും താ അമ്മ എന്ന് ചൊല്ലുമ്പോൾ അവനോട് നമ്മൾ കോപിക്കാതെ നമുക്ക് എന്നാ പറ്റുമോ എന്ന് അവൻ കൊടുക്കുക. ആണ്ടവർ നിനക്ക് നന്മ തന്നിരിക്കുമ്പോൾ ആ നന്മ അവർക്കും കൂടെ പങ്ക് പണ്ണുക. നീ ചെയ്യേണ്ട കാര്യം നേരത്തെ നമ്മൾ ചൊല്ലി ദാസനെ പറ്റി ചൊല്ലി, ഇങ്ങനെ നമ്മൾ രണ്ടാമത് ചൊല്ലി നമ്മൾ നല്ല ആൾക്കാരെ പറ്റി. അതായത് നമുക്ക് എന്നാ ഇരിക്കണം? നമുക്ക് ഭയം എപ്പോഴും ഇരിക്കണം. എന്നാ ഭയം ഇരിക്കണം? ആണ്ടോർ നമ്മളെ പാക്കുക. ആണ്ടോട് മുമ്പിൽ നമ്മൾ എപ്പടി ഇരിക്കും? ഞാൻ ഒരു എക്സാമ്പിൾ നമ്മൾ ചൊല്ലുക. നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുക എന്ന് നനച്ചിട്ട്, ഒരു ഗസ്റ്റ്, അല്ലെങ്കിൽ ഗസ്റ്റ് എന്ന് ചൊല്ലിയാൽ ഏത് ഗസ്റ്റ്? നമ്മുടെ വീട്ടിലൊരു പ്രഭു വന്നു, അല്ലെങ്കിൽ ഇപ്പോഴും നനച്ച് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ വീട്ടിലേക്ക് വരുക എന്ന് ചൊല്ലിയാൽ നീ എന്നാ പണ്ണും? നേരത്തെ കേൾവി കേട്ടാച്ച, ഓ പ്രധാനമന്ത്രി നിന്റെ വീട്ടിൽ വരുക, ഇന്ന തീയതി ഇന്ന സമയത്ത് വരുവാന്ന് നീ ചൊല്ലിയാൽ നീ എന്നാ പണ്ണും? നീ അത് എല്ലാമേ വീടെല്ലാമേ അടിച്ചു വാരി எல்லாமே கூட்டி வாரி அதெல்லாமே க்ளீன் பண்ணி பெயிண்ட் எல்லாம் செய்து எல்லா சோஃபா எல்லாமே நல்லா க்ளீனாக்கி நீட்டாக்கி எல்லாம் വെച്ച് എന്തിനു എല്ലാമേ ചെയ്ത് അവൻ വന്ന് അപ്പടിയെ തിരുമ്പി പോയിടും. അവൻ വസിക്കാൻ വേണ്ടി വന്നാൽ ജസ്റ്റ് നിന്നെ പാക്കാൻ വേണ്ടി വരുക. അപ്പോൾ നമ്മൾ എത്ര കെയർഫുള്ളായിട്ട് അതെല്ലാമേ ചെയ്യും? കാരണം അവൻ വരുമ്പോൾ നമ്മുടെ വീട് അഴുക്കാവാതെ, അല്ലെങ്കിൽ നമ്മുടെ വീട് എല്ലാമേ നല്ല ശുദ്ധമായിരിക്കണം. അതുകൊണ്ട് നമ്മൾ അപ്പടി ചെയ്യും. നീ ഒന്ന് വിചാരിച്ച്, ആണ്ടോർ നിന്നെ പാക്കാൻ വേണ്ടി വരുക. നിന്റെ വീട് എപ്പടി ഇരിക്കണം? നീ ആണ്ടോർ നിന്നെ പാക്കാൻ വരുമ്പോൾ നിന്റെ വീട് ശുദ്ധമായിരിക്കണോ വേണ്ടായോ? ആണ്ടോർ എങ്കിൽ വരുക? ആണ്ടോരുടെ വീട്, ആണ്ടോരുടെ വാസം എങ്കിൽ ഹൃദയത്തിൽ താൻ വാസം. ഹൃദയത്തിൽ വാസം പണ്ണുമ്പോൾ നമ്മൾ എന്നായിരിക്കണം? ശുദ്ധമായിരിക്കണം. അവൻ എപ്പോഴുമേ പാത്തോണ്ടേ ഇരിക്കുക. ആണ്ടോർ വരുമ്പോൾ നമ്മൾ നമ്മൾ ചൊല്ലും, അയ്യോ എന്നോട് നേരത്തെ ഒന്ന് ചൊല്ലാതെ ഞാൻ വീടെല്ലാമേ ക്ലീൻ ആക്കി, അല്ലെങ്കിൽ ഞാൻ എല്ലാമേ ശുദ്ധം പണി, അയ്യോ നിനക്ക് വേണ്ടി ഞാൻ നല്ലപോലെ ഞാൻ സ്വീകരിച്ച, ഞാൻ നിനക്ക് വേണ്ടി സമയങ്ങളെല്ലാം വെച്ചേനെ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി എല്ലാമേ തന്നേനെ, എല്ലാ കാര്യമേ നിനക്ക് ശരിയെ ക്രമപ്പെടുത്തി തന്നേനെ എന്ന് നീ ചൊല്ലിടും. അല്ല, അയ്യോ നീ എന്നോട് ഒരു കേൾവി പോലും നീ കേൾക്കാതെ നീ വന്നല്ലോ. അന്നേരം ആണ്ടവർ നമ്മുടെ പക്കത്തിൽ എപ്പം വരും നമുക്ക് തിരിയാതെ. നമുക്ക് തിരിയുവാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പടി ചെയ്യും. നമ്മൾ എന്നാ വിചാരിക്കണം? ആണ്ടോർ ഇപ്പോൾ തന്നെ വന്നിടും. അന്നേരം വന്നിടുമ്പോൾ നമ്മൾ എന്നാ പറയണം? നമ്മൾ ഇപ്പോൾ തന്നെ നമ്മളെല്ലാമേ ശുദ്ധം പണി നമ്മൾ വെച്ചിടണം. അത് എപ്പം വേണമെങ്കിൽ വരാം. അതായത് നമുക്ക് എപ്പോഴുമേ ശുദ്ധമായിരിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ബെഡ്റൂമിൽ പോയി കഴിഞ്ഞാൽ തുണി എല്ലാമേ അപ്പടി കിടക്കും. ബെഡേ കിടക്കുന്നത് അഴുക്ക് തുണി എല്ലാമേ അംഗീകരിക്കുക. പാത്രങ്ങളെല്ലാം സിങ്കി കിടക്കും, അല്ലെങ്കിൽ ഫുഡ് എല്ലാമേ കിച്ചൺ എല്ലാമേ മെസ്സായി കിടക്കുക. വീട്ടിലെ അടിച്ച് കൂട്ടാത്തതുകൊണ്ട് എന്നെ പറ്റി ഇങ്ങെല്ലാം പൊടി ഇരിക്കുക, എല്ലാം ഡസ്റ്റ് ഇരിക്കുക, സോഫ ശരിയായിട്ടിരിക്കില്ല, ചെയർ ശരിയായിരിക്കില്ല. അപ്പടിയാണെന്നുണ്ടെങ്കിൽ നിനക്ക് അവൻ വരുമ്പോൾ നിനക്ക് നാണം വരുമാ ഇല്ല?
அந்நேரம் இங்கே ஆண்டவர் சொல்லுன காரியம் அதுதான். நீ என்ன நன்மை செய்யணும். நீ நன்மை செய்யணும். நீ எப்பவுமே நன்மை செய்ய வேண்டிய കാരണം ஆண்டவர் നിന്നെ பார்க்குது. അതുകൊണ്ട് നീ എന്നാ பண்ணணும்? നീ ആണ്ടവർ വരുമ്പോൾ, നീ ആൾക്കാർ വരുമ്പോൾ ഒരാൾ നിന്നോട് പൈസ വല്ല കേൾക്കും, നീ ആണ്ടവരെ കാണിക്കാൻ വേണ്ടി നീ പൈസ കൊടുത്തിടും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പൈസ കൊടുത്തിടും, അല്ലെങ്കിൽ അവർക്ക് ധർമ്മം കൊടുത്തിടും. പക്ഷെ നീ അത് ആണ്ടവർ എപ്പോഴും பார்க்குമ്പോൾ നീ എന്നാ பண்ணணும்? എപ്പോഴുമേ ചെയ്യണം. അതിന് നിനക്ക് അതിന് മുടക്കം വരുത്താൻ പാടില്ല. അതുകൊണ്ട് தான் നീ ദാസനായാലും സ്വന്തനായാലും ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം. അതുകൊണ്ട് നീ എന്നാ പണിയാലും നിനക്ക് എന്നാ கிடைக்கும்? പ്രതിഫലം கிடைக்கும். പ്രതിഫലം എന്ന് சொல்லிയാൽ ஆண்டவர் தருന്ന പ്രതിഫലം നമുക്ക് അതിനെപ്പറ്റി നമുക്ക് சொல்ல முடியாது. അത് കാരണം ആണ്ടോർ തരുമ്പോൾ ആണ്ടോരുടെ വലിപ്പം അനുസരിച്ച് താൻ നിങ്ങൾക്ക് പ്രതിഫലം തരും. ഞാൻ ഒരു കഥ ഇപ്പം അതിന് സമയം கிடைக்காத ടൈം എൻ്റെ ഇങ്ങനെ മുടിഞ്ഞാச்சு. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ നിർത്തുക. നാളെ അതിനെപ്പറ്റി சொல்ல. നമ്മൾ ആണ്ടവർ നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, ആണ്ടവർ നമുക്ക് ചെയ്യുമ്പോൾ, നമുക്ക് ചെയ്യുന്നത് എപ്പടി ഇരിക്കുമോ? ആണ്ടവരുടെ വലിപ്പം അനുസരിച്ച് നമ്മളോട് പണിയിടും. ആണ്ടവരുടെ നീസം അനുസരിച്ച് നമ്മളോട് പണിയിടും. അതുകൊണ്ട് നമ്മൾ എന്നാ പണിയാലും നീ ദാസനാണെന്ന് നീ വിചാരിക്കേണ്ട, അല്ലെങ്കിൽ നീ ഒരു സ്വന്തനാണെന്ന് വിചാരിക്കേണ്ട. നീ എന്നാ പണണം? എപ്പോഴുമേ നല്ല കാര്യം ചെയ്യുക. ആണ്ടവർക്ക് ചിത്തമായ കാര്യങ്ങൾ ചെയ്യുക. അത് നീ അപ്പടി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം നീ ദാസനാണെങ്കിൽ യജമാൻ നിന്നോട് സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ നീ ദാസൻ അല്ലെങ്കിൽ എല്ലാവരും നിന്നോട് സന്തോഷമായിരിക്കും. കാരണം നമ്മൾ ഏത് ഭയത്തിൽ ചെയ്യുക? ആണ്ടവർ നമ്മൾ പാർക്കുന്ന ഭയത്തിൽ. அப்படி നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് என்ன கிடைக்கும்? നമുക്ക് നന്മ. ഇത് വചനം சொல்லி ഞാൻ சொல்லிയ കാര്യം ഒന്നുമേ അല്ല. ആണ്ടവർ சொல்லி നിനക്ക് നന്മ ലഭിക്കും. അപ്പോൾ നന്മ ലഭിക്കുമ്പോൾ നീ അതുകൊണ്ട് എന്നാ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് തിരിയും അത് சொல்ல നിങ്ങൾക്ക് തിരിയും എന്ന് சொன்னால் നിനക്ക് അത് നിനക്ക് തിരിയും. ആണ്ടവർ നിനക്ക് നന്മ ചെയ്യുമെന്ന് നിനക്ക് തിരിയും. അന്നേരം നീ ചെയ്യാതിരിക്കുമ്പോൾ നിനക്ക് തിരിയും. ആണ്ടവർ നിനക്ക് നന്മ ചെയ്യുമെന്ന് തിരിഞ്ഞിട്ട് നീ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എപ്പടി ഇരിക്കും? അത് തപ്പോ സരിയോ? അത് നീ വിചാരിച്ചിട്ട് എനിക്ക് അതിനെപ്പറ്റി ഞാൻ சொல்லாது. എൻ്റെ സമയം മുടിഞ്ഞാച്ച്. നമുക്ക് നാളേക്ക് നമുക്ക് பார்க்கலாம். നമ്മൾ ആണ്ടവരുടെ നമ്മൾ എന്നാ பண்ணാലും ആണ്ടവരുടെ ചിത്തം അനുസരിച്ച് ചെയ്യണം. ആണ്ടവർ നമ്മളെ അനുഗ്രഹിക്കും. ആണ്ടവർ പെരിയവൻ. അവൻ അനുഗ്രഹിക്കുമ്പോൾ അവൻ്റെ വലിപ്പം അനുസരിച്ച് തന്നെ നമ്മളെ അനുഗ്രഹിക്കും. അവൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, നമുക്ക് നന്മ ചെയ്യുമ്പോൾ അതിന് കണക്കേ கிடைக்காது. അതുകൊണ്ട് ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ നമ്പർ 9791843308. എൻ്റെ നമ്പർ 9741843308 അതുതാണ് നമ്പർ. നമുക്ക് பார்க்கலாம். ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.